മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. LDF സിന്ദാബാദ്. മണലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് വാർഡുകളിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. വളരെ കാലങ്ങളായിട്ട് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ് മണലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം മാർച്ച് മാസത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ടായി. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തും ഇടതുപക്ഷ മെമ്പർമാരുടെ മെമ്പർമാർ ആവശ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള യാതൊരു പരിഹാരവും ഇന്നേ വരെ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്താൻ വേണ്ടി നമ്മൾ ആലോചിച്ചത്. ഇവിടെ പൊതുജനങ്ങളെല്ലാം വളരെ വിഭ്രാന്തിയിലാണ്. കാരണം വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വെള്ളമില്ലാത്തൊരവസ്ഥയാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ. പ്രത്യേകിച്ച് 16-ാം വാർഡ്, 2-ാം വാർഡ്, അതോടൊപ്പം തന്നെ 1-ാം വാർഡ്, അതുപോലെ 18-ാം വാർഡ്, 4-ാം വാർഡ്, 12-ാം വാർഡ്, ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് തീരദേശ മേഖലയിൽ 18-ാം വാർഡ്, 19-ാം വാർഡ് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെല്ലാം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കുടിവെള്ളം കിട്ടാത്ത രൂപത്തിൽ. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, കഴിഞ്ഞ 20 ദിവസമായി. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും ഇത്തരം വിഷയങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഉന്നയിക്കുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് ആ വിഷയങ്ങൾ നോക്കിക്കാണുന്നത്. അതിൽ ഇടപെടാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരമായി സമരം ചെയ്യാണ്. പക്ഷേ ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുപോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ഒന്നുമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു അനാസ്ഥയാണ്. പഞ്ചായത്ത് വളരെ കാലങ്ങളായി ആരും തന്നെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ കഴിയുന്നൊരു അനാഥരായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മണലൂർ ഗ്രാമപഞ്ചായത്ത് പോവാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുടെ അനാസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം വെള്ളം, ഇപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ ഞങ്ങൾ കാക്കും, ഇന്നും കൂടെ വെള്ളം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിയിട്ടില്ല എങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നാളെ മുതൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ മുമ്പിലും പഞ്ചായത്തിനകത്തും നമ്മൾ നടത്താൻ വേണ്ടി നമ്മൾ ആലോചിക്കുകയാണ്. ആ വിഷയം അതിനുവേണ്ടി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ, ഈ പഞ്ചായത്തിനകത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ അതിലുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.